my dear students, to our next class of Management Theory and Organization Behavior. Okay, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളാണ്, ദാറ്റ് ഇസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നത്, ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ജപ്പാനീസ് ടെക്നിക്സുകളെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പറഞ്ഞു, ക്വാളിറ്റി സർക്കിൾസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ ലാസ്റ്റ് ക്ലാസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് കേസണിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു കംപ്ലീറ്റ് ഡിസ്കഷൻ നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോന്നിരുന്ന കാര്യങ്ങൾ അല്ലേ. പിന്നെ ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു, ദാറ്റ് ഇസ് 6 സിഗ്മ. അത് നമ്മൾ ഇതൊക്കെ ജപ്പാനീസ് ഫേംസിൽ അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോരോ ക്ലാസ്സുകളായിട്ടായിരുന്നു ഞാൻ എടുത്ത് തന്നിരുന്നത് കേട്ടോ. അത് നന്നായി പഠിക്കണം, നല്ലോണം വായിച്ച് നന്നായി തന്നെ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ആൻഡ് ഇൻ ടുഡേയ്സ് ക്ലാസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അനദർ ഒരു ടെക്നിക്ക് എന്നുള്ളതാണ് ബെഞ്ച് മാർക്കിംഗ്. അപ്പോൾ ഇതൊക്കെ റീസെൻ്റ് ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. റീസൺ എന്ന് പറയണമെങ്കിൽ ഓൾഡ് ട്രഡീഷണൽ അല്ല ഒന്നും എന്ന് പറയുന്നത്, പക്ഷേ പല കമ്പനീസും ഇപ്പോൾ അഡോപ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെഞ്ച് മാർക്കിംഗ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മാർക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, നമ്മളിപ്പോൾ ഞാൻ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ, പക്ഷേ നിങ്ങൾ ഇൻകോം ആയതുകൊണ്ട് അങ്ങനെയൊന്നും എഴുതിയാൽ പോരാ, ഒരു സ്റ്റാൻഡേർഡ്, പക്ഷേ ഏറ്റവും സിംപ്ലസ്റ്റ് മീനിൽ അത് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കാം. ക്ലിയർ. ഇനി അതിനെ നമ്മളൊന്ന് ഇൻ ഡീറ്റെയിൽഡ് കാണാൻ പോകണം. അപ്പോൾ നമ്മുടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിലാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ബെഞ്ച് മാർക്കിംഗ് എന്നുള്ളത് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പോയിന്റ് ഓഫ് റെഫറൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് റെഫർ ചെയ്യാനുള്ളൊരു പോയിന്റ് നോക്കാം. അത് നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ നിങ്ങളോട് പറയില്ലേ, ചിലപ്പോൾ റെഫർ ചെയ്യേ ഇന്ന വ്യക്തിയുടെ ഇന്നയാളുടെ ടെക്സ്റ്റ് എടുത്ത് നിങ്ങൾ റെഫർ ചെയ്യുന്ന പറഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക്. അത് വെച്ച് നോക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പോൾ അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പോയിന്റ് ഓഫ് റെഫറൻസ് ആണ്, എഗെയിൻസ്റ്റ് വിച്ച് ദ തിങ്സ് ആർ മെഷേർഡ്. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഈ ബെഞ്ച് മാർക്കിംഗ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബെഞ്ച് മാർക്കിംഗ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ മെഷർ ചെയ്യാനുള്ള ഒരു റെഫറൻസ് പോയിന്റിനെയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ്സിലേക്ക് വരാം. ബിസിനസ്സിലേക്ക് ഇത് വരുമ്പോൾ എന്താണെന്നാണ് പറയുന്നത്, ദീസ് പോയിന്റ്സ് ഓഫ് റെഫറൻസ് or standards can measure by asking questions about the product or services. അതായത് ഈ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ റെഫറൻസ് എങ്ങനെ ഒരു ബിസിനസ്സിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആസ്കിങ് സം ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ദ പ്രോഡക്റ്റ് ഓർ സർവീസസ് എന്നാണ് പറയുന്നത്. എന്തൊക്കെ കുറിച്ചിട്ട്, ഹൗ മെനി, നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ്സ് വേണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ, ഹൗ മച്ച് ടൈം, എത്ര സമയം നിങ്ങൾക്ക് വേണം, ഹൗ മച്ച് മണി, ഹൗ റിലയബിൾ ഓർ ഹൗ വെൽ മെയ്ഡ് ഈസ് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ. ഈ പ്രോഡക്റ്റ് എത്ര നന്നായി അത് വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എത്ര നമുക്ക് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് വിശ്വാസയോഗ്യമാണ്, എത്രയാണ് അതിന് വന്നിട്ടുള്ള പ്രൈസ്, എത്ര പൈസ ചിലവാകും, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ബിസിനസ്സിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് അഥവാ ഒരു റെഫറൻസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയണത്. എന്നിട്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ സ്വാഭാവികമായും വി വിൽ ഗെറ്റ് സം ആൻസേഴ്സ് അല്ലേ. ആൻഡ് ദെൻ കമ്പയറിങ് ദ ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ് വിത്ത് ദി ഓർഗനൈസേഷൻസ്. എന്ത് ചെയ്യുന്നു, ഈ ചോദ്യം ചോദിച്ച് കിട്ടിയ ആൻസേഴ്സ് ഈ ഓർഗനൈസേഷൻസിൻ്റെ ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവില്ല, അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യും. അപ്പോൾ ഓർഗനൈസേഷൻ അപ്പോൾ നമ്മളൊരു കസ്റ്റമറിനോട് ചോദിക്കാമെന്ന് വിചാരിക്കുക, നിങ്ങൾ ഹൗ മച്ച് മണി വുഡ് യു ലൈക്ക് ടു സ്പെൻഡ് ഓൺ ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അവരൊരു എമൗണ്ട് പറയും. അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ അതിന് എത്രയാണ് ആ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ആ സർവീസിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ട് നമുക്കൊരു കമ്പാരിസൺ സാധ്യമാകുമെന്നാണ് പറയുന്നത്. And we will be able to measure out the performance against that of the others. അപ്പോൾ അവർ ചിലപ്പം ഈ കമ്പനിയുടെ തന്നെ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കമ്പനിയുടെ തന്നെ പ്രോഡക്റ്റ് പോലെയുള്ള സിമിലർ പ്രോഡക്റ്റ് വേറെ കമ്പനിയുടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ആ കമ്പനി ഇത്രയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് ഇങ്ങനെയാണ് ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ അവരിൽ നിന്ന് ഉത്തരം കിട്ടും. ആ ഉത്തരവും നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ്സുകളോ സർവീസുകളോ ഏതായിക്കോട്ടെ, പ്രോസസ്സുകളാവാം, അത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അതൊന്ന് കമ്പയർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ. അപ്പോൾ അതാണ് ആ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം കസ്റ്റമേഴ്സിനോട് പല ആളുകളോടും ചോദ്യം ചോദിച്ചുകൊണ്ട് അതിൻ്റെ ബേസിസിൽ സെറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് അങ്ങനെയല്ലല്ലോ, ഒരു വർക്കർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാമ്പ്. അതാണ് കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് കസ്റ്റമേഴ്സിൻ്റെ വ്യൂ പോയിൻ്റ് അറിഞ്ഞുകൊണ്ട് അതൊരു ബെഞ്ച് റെഫറൻസ് ലൈനായി വെച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് കണ്ടെത്തുക, അതാണ് ഇതിൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് ദെൻ ഓർഗനൈസേഷൻ വിൽ ബി ഏബിൾ ടു സെറ്റ് ന്യൂ ഗോൾസ്. അപ്പോൾ ഈ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞങ്ങളുടെ പ്രോഡക്റ്റിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്,
അത് ദാറ്റ് ഈസ് വി ഹാവ് ടു ഓവർകം ചെയ്യേണ്ടതാണെന്ന രീതിയിൽ നമുക്ക് ആ പുതിയ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷനിലെ ബെസ്റ്റ് പ്രാക്ടീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ആൻഡ് എക്സാക്ട്ലി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഞ്ച് മാർക്കിംഗ് എക്സാക്ട്ലി ഹെൽപ്സ് ദ ഫേം ടു സാറ്റിസ്ഫൈ ദെയർ കസ്റ്റമേഴ്സ് വിത്ത് ബെസ്റ്റ് ക്വാളിറ്റി, best quality in the best cost and the best product and the best services. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട്, അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണെന്നുള്ളതാണ് അവർ, നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കാം, സർവീസുകളായിരിക്കാം അവർ ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് ചോദിച്ചുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ, ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നല്ല സർവീസസ് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, മോഡേൺ ഓർഗനൈസേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ? ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് കൂടുതലല്ല, കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് കുറച്ച് പ്രൈസ് കുറച്ചുകൊണ്ട് എന്നാൽ ഓർഗനൈസേഷന് ലാഭം കിട്ടിക്കൊണ്ട്. അപ്പോൾ ആ രീതിയിൽ അതുപോലെ തന്നെ നല്ല പ്രോഡക്ട്സുകൾ, നല്ല സർവീസുകൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദ ടെക്നിക്കാണ് ബെഞ്ച് മാർക്കിംഗ്. ക്ലിയർ? ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാവുന്നതാണ്. വാട്ട് ഈസ് ബെഞ്ച് മാർക്കിംഗ്? ഓക്കെ, ഇനി നമുക്കത് എന്താണെന്നൊന്ന്, അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് കിട്ടി. ഇനി ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് എന്നാണ്, നമ്മൾ അതിൻ്റെ ഒന്നും മീനിങ്ങിലേക്ക് വരികയാണ്. സിസ്റ്റമാറ്റിക് മെത്തേഡ് ബൈ വിച്ച് ആൻ ഓർഗനൈസേഷൻസ് ക്യാൻ കണ്ടിന്യൂസ്ലി മെഷർ എന്നാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ ടെക്നിക് ബൈ വിച്ച് ആൻ ഓർഗനൈസേഷൻ ക്യാൻ കണ്ടിന്യൂസ്ലി മെഷർ themselves against the best industry practices or world class or best in the class and improve accordingly. എന്താണ് പറയണത്? ഈ മലയാള അർത്ഥമൊന്നും പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല, കാരണം അല്ലേ നമ്മൾ ആ ഒരു ലെവലിലാണ് പോകുന്നത്. പക്ഷേ അപ്പോൾ എന്താണെന്ന് ഇതിൽ പറയണത് എന്നാണ് പറയണത്, ദിസ് വിൽ ഹെൽപ്പ് ദൻ ഓർഗനൈസേഷൻ ടു മെഷർ ഓൺ എ കണ്ടിന്യൂസ് ബേസിസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എഗെയിൻസ്റ്റ് എന്തിനാണ്, ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ദ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല രീതിയിൽ പോകുന്നത് എന്താണ് അത് നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു ഹൈ ഇതിലേക്ക് എത്തിയത്. അതുകൊണ്ട് നമ്മളത് നോക്കി ഒരു, പക്ഷേ അപ്പോൾ ഒരു കോപ്പി ഇമിറ്റേറ്റിംഗ് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. നമ്മൾ അതിന് രീതിയിലൊരു സ്ട്രാറ്റജി മെനഞ്ഞുകൊണ്ട് ആ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ദാറ്റ് ഈസ് ഇൻ ദ ബിസിനസ് വേൾഡിലുള്ളത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ബെസ്റ്റ് പ്രാക്ടീസസ് ഓർ വേൾഡ് ക്ലാസ്, നമ്മുടെ പ്രോഡക്റ്റ് ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ്. ഇപ്പോൾ സോണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഏറ്റവും വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് എന്നാണ് ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. ആൻഡ് ബെസ്റ്റ് ഇൻ ക്ലാസ് ആൻഡ് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ആൻഡ് ഓർഗനൈസേഷൻ ക്യാൻ ചേഞ്ച് ഓർ ഇംപ്രൂവ് അക്കോർഡിംഗ്ലി. ആ ബെസ്റ്റ് ക്ലാസ്സിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഒരു മാറ്റം സാധ്യമാകുമെന്നാണെന്നാണ് പറയുന്നത്. ആൻഡ് സിംപ്ലി, ഏറ്റവും സിമ്പിൾ മീനിങ്ങിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സെർച്ച് ഓഫ് ഇൻഡസ്ട്രി ബെസ്റ്റ് പ്രാക്ടീസസ് ദാറ്റ് ലീഡ് ടു സുപ്പീരിയർ പെർഫോമൻസ്. അതായത് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഏതാണെന്ന് കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഒരുവിധം കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് നമുക്ക് ഇതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് മനസ്സിലാവുന്നു. എന്നാൽ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സും വളരാം, അതിൻ്റെ പ്രോഡക്റ്റുകളും സർവീസസും കൊടുക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു അറ്റൈൻ എ സുപ്പീരിയർ പെർഫോമൻസ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബെഞ്ച് മാർക്കിംഗ്. ക്ലിയർ? പിന്നെയും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാം, ത്രെഡാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് മെഷർമെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്. അപ്പോൾ ഇതൊക്കെ ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ള TQM, ക്വാളിറ്റി സർക്കിൾസും കേസണും അതുപോലെ തന്നെ സിക്സ് സിഗ്മ എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് ഈ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റുകൾ തന്നെയാണ്. പക്ഷേ ഇത് എന്തിലുള്ളതാണെന്നാണ് പറയുന്നത്, മെഷർമെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്. ഒന്നും ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. മെഷർമെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് തന്നെയാണ് കേട്ടോ, മെഷർമെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ് എന്നാണ് പറയുന്നത്. ഇവിടെ കണ്ടിന്യൂസ്ലി മെഷറിങ് ആൻഡ് കമ്പയറിങ് ആൻ ഓർഗനൈസേഷൻസ് ബിസിനസ് പ്രോസസ് എഗെയിൻസ്റ്റ് ദി പ്രോസസ് ലീഡേഴ്സ് എനിവേർ ഇൻ ദ വേൾഡ്. ഒന്നും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ വേൾഡിൽ മൊത്തം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് ബിസിനസ് പ്രോസസ്സ് ആരാണോ കൊണ്ടു നടക്കുന്നത് ആ രീതിയിലേക്കൊന്ന് നമ്മൾ എത്തിച്ചേരാനായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമുക്കൊന്ന് എത്തണം എന്ന ധാരണയിൽ നമ്മൾ അതൊരു റെഫറൻസ് ലൈനായി എടുത്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻസിനെ ഡെവലപ്പ് ചെയ്യിക്കുന്ന, നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് മെഷർമെൻറ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ബെഞ്ച് മാർക്കിംഗ്. ക്ലിയർ ആയില്ലേ? ആൻഡ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഈസ് ബോറോ, അഡോപ്റ്റ്, റിഫൈൻ എന്നാണ്. ബോറോ ചെയ്യണം. അപ്പോൾ ഒരിക്കലും കോപ്പി എന്ന് നിങ്ങളവിടെ വിചാരിക്കരുത്. അല്ലെങ്കിൽ എന്താണ് പറയുക,
ഇമിറ്റേറ്റിംഗ് എന്നുള്ളത് അവിടെ ഒരിക്കലും ധരിക്കാനായിട്ട് നമ്മൾ പാടില്ല. അവിടെ നിന്ന് എന്താണ് നമ്മൾ കടമെടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് വി ആർ ബോറോയിങ്. അതിന് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഈസ് അവിടെ നിന്ന് കടമെടുത്താണ്, ബോറോ ചെയ്യുന്നു. ആ ബോറോ ചെയ്തതിനെ അഡോപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ ഓർഗനൈസേഷൻസിൽ വരുത്തേണ്ടതായിട്ട് വരും. അതിനുശേഷം അതിൽ നിന്ന് റിഫൈൻ ചെയ്തെടുക്കും. അത് തന്നെ ഇപ്പോൾ നമുക്ക് ഫുള്ളി അതൊന്നും അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. കാരണം മേ ബി ഇറ്റ് നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ അവർ ഓർഗനൈസേഷൻ, ചിലപ്പോൾ അത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അതിനൊന്ന് റിഫൈൻ ചെയ്ത് എടുക്കാമെന്നാണ് പറയുന്നത്. ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സുകൾ അതിൽ റിഫൈൻ ചെയ്തെടുക്കുന്നതാണ്. അതിൽ തന്നെ ബെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പല പല കമ്പനികളിൽ നിന്ന് ഏറ്റവും നല്ലത് ഉൾക്കൊള്ളുക, അതാണ് ചെയ്യുന്നത്. ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ് ഫോർ കണ്ടിന്യൂസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. കണ്ടിന്യൂസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അതിൽ നിന്ന് ഏറ്റവും നല്ലത് എടുത്തുകൊണ്ട് അതെന്ത് ചെയ്യണം, അത് ബോറോ ചെയ്ത് അഡോപ്റ്റ് ചെയ്ത് അത് റിഫൈൻ ചെയ്യുന്നതാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സ്ലൈഡിൽ ഇടാനായിട്ട് ശ്രമിക്കാം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് 7 ടൈപ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണം എന്നുള്ളതല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ അതിൽ ആദ്യത്തെ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലുള്ളതാണ്? പെർഫോമൻസ് അഥവാ ഓപ്പറേഷണൽ ബെഞ്ച് മാർക്കിംഗ്. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറിയിലും നമുക്ക് ഇതുപോലെ റെഫറൻസ് ലൈനുകൾ വെക്കാം. അപ്പോൾ ഈ ബെഞ്ച് മാർക്കിംഗ് ഏതാണെന്നാണ് പറയുന്നത്? നമ്മുടെ പെർഫോമൻസിൽ, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അഥവാ അതിൻ്റെ ഓപ്പറേഷനിലുള്ള ബെഞ്ച് മാർക്കിംഗ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എന്തൊക്കെ അതിനകത്തുണ്ടായിരിക്കുന്നതാണ് പറയുന്നത്? പ്രൈസിങ്, ടെക്നിക്കൽ ക്വാളിറ്റി, features and other quality and performed by reverse engineering എന്നാണ് പറയുന്നത്. In which competitors' products are taken apart and analyzed. It is also known as competitive benchmarking. എന്താണ് പെർഫോമൻസ് ബെഞ്ച് മാർക്കിങ്ങിൻ്റെ അനദർ നെയിം എന്ന് പറയുന്നത്? എന്താണ്? കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഇതിനകത്ത് എന്താ ചെയ്യണമെന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് മറ്റുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്ട്സുകൾ എടുത്തിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്താമെന്നാണ് പറയുന്നത്. എന്താണ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്? റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരെ നടന്നു പോകണമെങ്കിൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ തിരിഞ്ഞ് വരും അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ഫിനിഷ്ഡ് പ്രോഡക്ട്സിൽ എടുത്തിട്ട് അത് അഴിക്കുക. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ടെക്നിക്കിൽ കൂടി ആയിരിക്കും അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റിയിട്ടായിരിക്കുക. ഇവിടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിനൊന്ന് എന്ത് ചെയ്യുക, അഴിച്ചെടുത്ത് അതിൻ്റെ പാർട്സുകൾ പരിശോധിക്കും. അപ്പോൾ ആ പാർട്സുകൾ പരിശോധിക്കുമ്പോൾ അറിയാം ഏതൊക്കെ പാർട്ടുകളാണ് നമ്മുടെ പ്രൊഡക്റ്റിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുള്ളതാണെന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുവഴി എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? ഗുഡ് പെർഫോമൻസ് അഥവാ കണ്ടിന്യൂസ് ഒരു മെഷർമെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു കണ്ടിന്യൂസ് മെഷർമെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സ് അവിടെ നടക്കുന്നതാണ് പറയുന്നത്. എന്തൊക്കെയുണ്ടാവുക അതിനകത്ത്? പ്രൈസിങ്ങിന് ചിലപ്പോൾ പ്രൈസിങ് ആയിരിക്കാം, അവർക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രൈസിങ്ങിൽ സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതായിരിക്കാം. അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി എന്താണ്? വാട്ട് ഇസ് ദ ടെക്നിക്കൽ ക്വാളിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്നുള്ളതായിരിക്കാം. അതിൻ്റെ ഫീച്ചേഴ്സുകളായിരിക്കാം. എന്തായാലും ശരി, ഇതൊക്കെ എങ്ങനെയാണ് നടത്തുന്നതെന്നാണ് പറയുന്നത്? ബൈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡീകൺസ്ട്രക്ട് ചെയ്യുക. അതിനൊന്ന് എന്ത് ചെയ്യുക? ഡീകൺസ്ട്രക്ട് ചെയ്യുക ടു റിവീൽ ഇറ്റ് ഡിസൈൻ. അതിനൊന്ന് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുക. ശരിക്കും പറയുന്നത് അഴിച്ചുപണി നടത്തിയിട്ട് അതിലെന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഡീകൺസ്ട്രക്ട് ചെയ്യും. കൺസ്ട്രക്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെ പൂർണ്ണമാക്കുക. അവർ ഡീകൺസ്ട്രക്ട് ചെയ്യും ടു റിവീൽ ഇറ്റ് ഡിസൈൻ. അതിൻ്റെ ഡിസൈൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഡീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോരോ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സ് എടുത്തിട്ട് അതിനെ ഓരോരോ പ്രോഡക്റ്റുകളെ എടുത്ത് നമ്മൾ അതിൽ ചെയ്തിട്ട് അതിനൊന്ന് അനലൈസ് ചെയ്യും. അതാണ് ഇതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് പെർഫോമൻസ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ടെക്സ്റ്റിലെ നോക്കണ്ട, ഞാൻ ആ രീതിയിലല്ല. സെക്കൻഡ് ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നതാണ് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ്. സ്ട്രാറ്റജീസ്, ഇപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പോൾ അത്രയാണ് ബെഞ്ച് മാർക്കിംഗ് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തും അതിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജി തന്ത്രങ്ങളുടെ. അപ്പോൾ ഇവിടെ എന്താണെന്നാണ് പറയുന്നത്? It examines how companies compute and seek the winning strategies. എങ്ങനെയാണ് നമ്മുടെ ബെസ്റ്റ് ഇൻഡസ്ട്രിയായിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ബിസിനസ്സായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ എങ്ങനെയാണ് വിന്നിങ് സ്ട്രാറ്റജീസ്, വിന്നിങ് എന്ന് പറഞ്ഞാൽ ജയിക്കുക, അങ്ങനത്തെയുള്ള സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ദേ ആർ കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ ഹൗ ദേ ആർ പ്ലാനിങ് സച്ച് സ്ട്രാറ്റജീസ് എന്നറിയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്കിംഗ് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്.
കാരണം അങ്ങനെ വിന്നിങ് സ്ട്രാറ്റജീസ് എടുത്തവർക്ക് എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ് ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മറ്റുള്ളവർക്കില്ലാത്തത് എന്തെങ്കിലും അവർക്കില്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേക ഫീച്ചറോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രൈസിലോ നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ആർക്കും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഇത് പറയാം, ഒരു എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ പല മൊബൈൽ ഫോൺസ് നമുക്ക് ഇപ്പോൾ ഒക്കെ അത് ആയിട്ടാണ്, പക്ഷെ അത് വന്ന കാലത്താണ് ഞാൻ പറയണത്. പല ടൈപ്സ് ഓഫ് പല ഫീച്ചേഴ്സുകളും പല ആഡ് ഓൺ ഫീച്ചേഴ്സുള്ള മൊബൈൽ നമുക്കിന്ന് അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും കോമ്പറ്റ് ചെയ്യുന്നതും. ഇന്നത്തെ വേൾഡിൽ ഏറ്റവും അധികം കോമ്പറ്റീഷൻ ഇത് കേസ് ഓഫ് മൊബൈലിലാണ്. ഓരോ ബ്രാൻഡുകളും ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ ഉണ്ട് ദാറ്റ് ഈസ് ഇൻ ദ കോമ്പറ്റീഷൻ വേൾഡിൽ. അപ്പോൾ അതിൽ ഒരു സമയത്ത് നമുക്ക് ക്യാമറ, അപ്പോൾ ഇത്ര GB ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരുന്നെങ്കിൽ പോലും ഒരു പോപ്പപ്പ് ക്യാമറയായിട്ട് ഒരു കമ്പനി മുന്നോട്ട് വന്നു ഇല്ലേ, ദാറ്റ് ഈസ് ഓപ്പോൻ്റെ ഫോൺ. അപ്പോൾ അത് ഒരു മൊബൈൽ കമ്പനീസ് ആൻഡ് ഐ തിങ്ക് കേട്ടോ, ഞാൻ ഒരു മനസ്സിലാക്കിയെടുത്ത ഒരു എക്സാമ്പിളാണിത്. ഇനി എൻ്റെ ഒരു അറിവിൽ ആ സമയം വരെ പോപ്പപ്പ് ക്യാമറയായിട്ടുള്ള മൊബൈൽസുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവരൊരു യുണീക്ക് ഫീച്ചറായിരുന്നു, ദാറ്റ് ഇസ് വിത്ത് എ പോപ്പ് അപ്പ് ക്യാമറ. പിന്നീട് പല കമ്പനീസും ഉണ്ട് കേട്ടോ പോപ്പപ്പ് ക്യാമറയായിട്ട് വന്നു, പക്ഷേ അത് അവരൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് നോക്കിക്കൊണ്ട് മാത്രം ആ ഫോൺ ആ സമയത്ത് വാങ്ങിയവരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള നല്ലതാണ്, ഒരു യുണീക്ക് ഫീച്ചർ. അതാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട് അവരെന്താണ് എടുത്ത തന്ത്രം എന്ന് അറിയുന്നതിനുള്ളതിനാണ് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് മാർക്കറ്റിൽ ഇത്രമാത്രം സക്സസ് എങ്ങനെ ഉണ്ടായി എന്നൊക്കെ അറിയുന്നത് അല്ലേ. നമുക്ക് ഓരോ തന്ത്രങ്ങളും മെനയും, ആ തന്ത്രങ്ങളനുസരിച്ചിട്ടാണ് നമുക്ക് വിന്നിങ് കമ്പനിയായി മാറാം, മാർക്കറ്റിൽ നമുക്ക് ഷെയറൊക്കെ കിട്ടുക എന്നാണ് പറയുന്നത്. ആൻഡ് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് also determines how well a company is prepared to compete in a segment. ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ എങ്ങനെയാണ് കോമ്പീറ്റ് ചെയ്യാനായിട്ട്, എങ്ങനെയാണ് മത്സരിക്കാൻ ഒരുങ്ങേണ്ടത് എന്നുള്ളത് ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് പറഞ്ഞിരുന്നതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഡിഫൈൻ എ ബെസ്റ്റ് ഇൻ ക്ലാസ് കോമ്പറ്റീറ്റർ ഈസ് ടു കൺസ്ട്രക്ട് എ കീ സക്സസ് ഫാക്ടർ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് നല്ല അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങളിത് വേറെ പേപ്പറിലും MCOM ഐ തിങ്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ പേപ്പറുകളിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഈ സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഒരു കമ്പനിയുടെ ഒരു കീ സക്സസ് ഫാക്ടർ എന്താണ്, കീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു കമ്പനി മാർക്കറ്റ് ലീഡർ എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ആ കീ സക്സസ് ഫാക്ടർ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്കിംഗ് ആണ് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ്. ക്ലിയർ? ഇനി that is the third one is functional benchmarking or generic benchmarking എന്നാണ് പറയുന്നത്. ജനറിക് എന്ന് പറഞ്ഞാൽ ജനറൽ എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. ഫങ്ഷണൽ ബെഞ്ച് മാർക്കിംഗ് അഥവാ എന്താണെന്നാണ് പറയുന്നത്, ജനറിക് ബെഞ്ച് മാർക്കിംഗ്. അതായത് ഇത്രയേ ഉള്ളൂ. ഫങ്ഷണൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ, ദിസ് ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഈസ് യൂസ്ഡ് വെൻ ആൻ ഓർഗനൈസേഷൻ ലുക്ക് ടു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ റെഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞു, ലുക്സ് ടു റെഫറൻസ് വിത്ത് പാർട്ട്നേഴ്സ് drawn from different business sectors or areas of activity. ഇപ്പോൾ ബിസിനസ്സിൽ തന്നെ പല ഏരിയാസിനും പല സെക്ടേഴ്സിനും ഉള്ള ഡിഫറെൻറ്റ് ബിസിനസ് സെക്ടർ അങ്ങനെയുള്ളതുണ്ടാവില്ലേ, പല ഏരിയകളിൽ നിന്നുള്ളത്. അപ്പോൾ അവരിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടുണ്ടാക്കുന്ന ഒരു ബെഞ്ച് മാർക്കിംഗ് ആണ് ഫങ്ഷണൽ ബെഞ്ച് മാർക്കിംഗ് അഥവാ ജനറിക് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ റിസൾട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ റിസൾട്ട് ആ ഇൻഡസ്ട്രി ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ ആ ഇൻഡസ്ട്രിയിൽ ടെക്സ്റ്റൈലിനെ ഡീൽ ചെയ്യുന്ന കുറേ ഫേംസുകൾ ഉണ്ടായിരിക്കും. ആൻഡ് യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫേം ആൻഡ് എൻ ഇൻഡസ്ട്രി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, കമ്പയർ ദ റിസൾട്ട്സ് ടു ആൻ ഇൻഡസ്ട്രി ദാറ്റ് അച്ചീവ് സുപ്പീരിയർ റിസൾട്ട്സ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം വിജയം കൈവരിച്ച ഒരു ഇൻഡസ്ട്രിയോ ഒരു ഫേമിൻ്റെയോ അതിൻ്റെ റിസൾട്ട്സിനായിട്ട് നിന്ന് കമ്പയർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓർ എന്താണ് പറയുന്നത്, എന്താണ് വിത്ത് പാർട്ട്നേഴ്സ് ഡ്രോൺ ഫ്രം, അതായത് നമ്മുടെ തന്നെ പാർട്ട്നേഴ്സ് പല ഏരിയാസിൽ നിന്ന് അല്ലെങ്കിൽ പല സെക്ടേഴ്സിൽ നിന്ന് എടുത്ത പാർട്ട്നേഴ്സ് എങ്ങനെയാണ് അവർ വിജയം കൈവരിച്ചത് എന്ന രീതിയിൽ എന്ത് ചെയ്യാണ് അത് ആ നോക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കമ്പയർ ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. ദിസ് സോർട്ട് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ക്യാൻ ലീഡ് ടു ഇന്നോവേഷൻ ആൻഡ് ഡ്രമാറ്റിക് ഇംപ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫങ്ഷണൽ, അതായത് ഓരോ ഫങ്ഷൻസ് എടുത്തിട്ട്, അതായത് ഓരോ സെക്ടേഴ്സ് ഓരോ ഏരിയാസ് എടുത്തിട്ട് നമ്മളൊരു എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ പറ്റിയത് ആ രീതിയിൽ റെഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുന്നത് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള വളരെ നാടകീയമായ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളൊരു മാറ്റം കൊണ്ടുവരാനായിട്ടും അതുപോലെ തന്നെ ഇന്നോവേഷൻ
ആൻഡ് ടു ഇന്നോവേറ്റ് മീൻസ് എന്താണ്, ദറ്റ് ഈസ് ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്കിംഗ് ടൈപ്പാണ് ദറ്റ് ഈസ് ഫങ്ഷണൽ അഥവാ ജനറിക് ബെഞ്ച് മാർക്കിംഗ്. ക്ലിയർ. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഈസ് ദാറ്റ് ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗ്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുക വിത്തിൻ എന്നുള്ളതാണ് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ എന്നാണ് നമ്മൾ എപ്പോഴും പഠിക്കുക. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, കമ്പയറിങ് എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് അവർ, അല്ലെങ്കിൽ ഏതാണ് ഓർഗനൈസേഷൻസ് പ്രോസസ് എഗെയിൻസ്റ്റ് ജനറലി ആക്സെപ്റ്റഡ് ബെസ്റ്റ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഇൻറ്റേർണൽ നടത്തുന്നതെന്നാണ് പറയുന്നത്. എന്താണ് ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗ് എന്ന്? അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ആണ് ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് സീക്കിംഗ് പാർട്ട്നേഴ്സ് ഫ്രം വിത്തിൻ ദ സെയിം ഓർഗനൈസേഷൻ. എന്താണെന്നാണ് പറയുന്നത്, സെയിം ഓർഗനൈസേഷനിൽ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവില്ലേ, അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബെഞ്ച് മാർക്കിംഗ് സിസ്റ്റമാണ് ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് അപ്പോൾ നമ്മൾ ആലോചിക്കും നമ്മുടെ അകത്ത് തന്നെയുള്ളവരെ എന്തിനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാം. പക്ഷേ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആക്സസ് ടു സെൻസിറ്റീവ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഈസ് ഈസിയർ. കാരണം നമുക്ക് നമ്മുടെ അകത്തുനിന്ന് തന്നെ ഇൻഫർമേഷൻസ് കിട്ടാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് തന്നെയുള്ള നമ്മുടെ പാർട്ട്നേഴ്സ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഏതെങ്കിലും ഒരു സെക്ഷനോ ഏതെങ്കിലും ഒരു യൂണിറ്റൊക്കെ ഭയങ്കരമായിട്ട് മുകളിലേക്ക് കയറി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അവരോട് ചോദിക്കുക അതെങ്ങനെയാണ്. അപ്പോൾ അവർക്ക് നമുക്ക് ഇൻഫർമേഷൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, കാരണം നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. പക്ഷേ അല്ലാത്ത കേസുകളിലൊക്കെ ഇൻഫർമേഷൻ കിട്ടാമെന്ന് അത്ര എളുപ്പമല്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം സച്ച് പാർട്ട്നേഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഈസ് ഈസിയർ ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡാറ്റ ഈസ് ഓഫർ റെഡിലി അവൈലബിൾ ആൻഡ് യൂഷ്വലി ലെസ് ടൈം ആൻഡ് റിസോഴ്സസ് ആർ നീഡ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ ഡാറ്റ കിട്ടാം. ആ ഡാറ്റ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ക്വിക്കായിട്ട് തന്നെ അത് ഇംപ്ലിമെൻറ്റേഷനിലേക്കും അല്ലെങ്കിൽ ഡിസിഷൻസിലേക്കോ എത്താനായിട്ട് സാധിക്കും. അതാണ് ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗ്. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ ബിസിനസ് യൂണിറ്റിനെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു യൂണിറ്റ് ഭയങ്കരമായിട്ട് ഹൈ ക്വാളിറ്റിയിൽ അറ്റൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരോട് ചോദിക്കുക എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ അവർക്ക് ഡാറ്റ തരാൻ ഒരു ബുദ്ധിമുട്ടില്ല, ബിക്കോസ് വി ആർ എ പാർട്ട് ഓഫ് ഇറ്റ്, നമ്മൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡാറ്റ റെഡിലി അവൈലബിൾ ആണ്. അധികം സമയമൊന്നും എടുക്കാതെ, വലിയ റിസോഴ്സസുകളൊന്നും ആവശ്യം വരില്ല, വലിയ റിസോഴ്സൊന്നും ആവശ്യമില്ലാതെ, ഒരുപാട് ടൈമും മണിയൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അല്ലാതെ തന്നെ ആ ഇൻഫർമേഷൻസ് കിട്ടി അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇൻറ്റേർണൽ ബെഞ്ച് മാർക്കിംഗ്. ഓക്കെ, ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഈസ് എക്സ്റ്റേർണൽ ബെഞ്ച് മാർക്കിംഗ്. എന്താണ് എക്സ്റ്റേർണൽ ബെഞ്ച് മാർക്കിംഗ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ്, അപ്പോൾ ആലോചിക്കുക, എക്സ്റ്റേർണൽ ഔട്ട്സൈഡ്, അപ്പോൾ നമ്മുടെ അകത്തുനിന്നുള്ളതല്ല, എക്സ്റ്റേർണൽ ഓർഗനൈസേഷൻസ് ദാറ്റ് ആർ നോൺ ടു ബി ബെസ്റ്റ് ഇൻ ദ ക്ലാസ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും നല്ല കമ്പനി എന്നറിയപ്പെടുന്ന തന്നെ അവരിൽ നിന്ന് എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻസ് സീക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ബെഞ്ച് മാർക്കിംഗ് സിസ്റ്റമാണ് എക്സ്റ്റേർണൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതെന്തിനാണ് എക്സ്റ്റേണൽ, പക്ഷേ മനസ്സിലാക്കി വെക്കുക, ഒരിക്കലും ഡാറ്റ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരിക്കലും സ്റ്റാൻഡേർഡ് ഡാറ്റ ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. എങ്കിൽ പോലും എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിങ്ങിലേക്ക് പോകാറുണ്ട്. കാരണം എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ലേണിംഗ് ഫ്രം ദോസ് ഹു ആർ അറ്റ് ദ കട്ടിംഗ് എഡ്ജ്, although it must be remembered that not every best practice solutions can be transferred to others. അങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്കിങ്ങിൽ പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ള കമ്പനീസ് എന്താണ് ഒരു കട്ടിങ് എഡ്ജ് എന്നുണ്ടെങ്കിൽ അവരൊരു സക്സസ്സിലേക്ക് അത്രയും ഒരു ആ ലൈനിലേക്ക് അവർ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമുക്കതൊന്ന് പ്രായോഗികമാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് ചെയ്യുമ്പോഴും എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് ഗുഡ് ഫോർ ദം മേ നോട്ട് ബി ഗുഡ് ഫോർ അസ്. അവരെടുത്ത സ്ട്രാറ്റജി ചിലപ്പോൾ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ല, ചില കളേഴ്സൊക്കെ ഞാനെപ്പോഴും അങ്ങനെ ഒരു ഇതിൻ്റെ കാര്യത്തിൽ പറയുന്നതാണ്, നമ്മളൊരാളെ ഒരു പെർട്ടിക്കുലർ കളർ ഓഫ് ഡ്രസ്സ് ഇടണാണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ആ കളറിലെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ അസ് അല്ലേ, നമുക്കത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിംഗ് ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എന്താണെന്നാണ് പറയണത്, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, നോട്ട് എവറി ബെസ്റ്റ് പ്രാക്ടീസ് സൊല്യൂഷൻ ക്യാൻ ബി ട്രാൻസ്ഫോം ടു അതേഴ്സ്. അവരുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ചിലപ്പോൾ ആ ഒരു പറയുന്ന റെഫറൻസ് അല്ലെങ്കിൽ അവരെടുക്കുന്ന അവരുടെ ആ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ചിലപ്പോൾ എന്തായിരിക്കും, ഇറ്റ് മസ്റ്റ് നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ അസ്, നമുക്കത് സ്യൂട്ടബിൾ ആവണമെന്നില്ല എന്നാണ് പറയണത്.
എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിംഗ് അങ്ങനെയുള്ള ചില ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് മേ ടേക്ക് അപ്പ് മോർ ടൈം ആൻഡ് റിസോഴ്സസ് എന്നാണ് പറയുന്നത്. ആൻഡ് ടു എൻഷുർ ദി കമ്പാരബിലിറ്റി ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. കാരണം എളുപ്പമല്ല നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റ കിട്ടുക, ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ട്രഡീഷ്യസ് ടാസ്ക്കാണ്. ഇറ്റ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയാൽ തന്നെ അതിൻ്റെ ക്രെഡിബിലിറ്റി ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ അത് ട്രൂ ആവണമെന്നൊന്നുമില്ല അല്ലേ, ശത്രുക്കൾക്ക് എന്നുള്ള രീതി ബിസിനസ്സിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചും അറിയാനായിട്ട് സാധിക്കില്ല. എങ്കിലും ദർ ഇസ് എ ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ആ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് എന്താണ് ചെയ്യുന്നത്, ബെസ്റ്റ് കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്കിംഗ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻ്റർനാഷണൽ കമ്പനീസിനെ നമ്മൾ റെഫറൻസ് ലൈനായിട്ട് എടുക്കുക. കണ്ടോ, ഞാൻ പറയാം ബെഞ്ച് മാർക്കിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നും വെച്ച് നമുക്ക് ചേർത്ത് വെച്ച് എഴുതാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് വേർ പാർട്ട്നേഴ്സ് ആർ സോട്ട് ഫ്രം അതർ കൺട്രീസ്. കണ്ടോ, അത് എപ്പോഴാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്കിങ്ങിലേക്ക് പോകാം? പാർട്ട്നേഴ്സ് എവിടെ നിന്നുള്ളവരായിരിക്കും? അതർ കൺട്രീസ് എന്നുള്ളവരായിരിക്കാം. ബിക്കോസ് ബെസ്റ്റ് പ്രാക്ടീഷണേഴ്സ് ആർ ലൊക്കേറ്റഡ് എൽസ് വേർ ഇൻ ദ വേൾഡ്. കാരണം ഈ നമ്മുടെ ഒരു പ്രത്യേക ഓർഗനൈസേഷനിൽ നമ്മുടെ പ്രത്യേക ബിസിനസ്സിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ കമ്പനി ആവില്ല, ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലെ കമ്പനി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു റെഫറൻസ് ലൈൻ വെക്കേണ്ടതായിട്ട് വരും. ആ ഒരു കമ്പനീനെ കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് റെഫറൻസ് ലൈനോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡോ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അത് ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്കിംഗ് ആവണേ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം നമ്മുടെ IT ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് ശേഷം എന്താണെന്നാണ് പറയുന്നത്, ഒരുപാട് ഇൻ്റർനാഷണൽ പ്രോജക്ട്സുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. മറ്റേതൊക്കെ ഒരു റെസ്ട്രിക്റ്റഡിലാണ് നമ്മളൊക്കെ നിന്നിരുന്നത്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷനും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും അഡ്വാൻസ്മെൻറ്റോടുകൂടി ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരുവിധം കമ്പനീസൊക്കെ ഉയരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിങ്ങിനേക്കാൾ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. മാത്രമല്ല ഒന്നും കൂടി ബുദ്ധിമുട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ കമ്പനീസ് എന്നൊക്കെ നമുക്ക് ഡാറ്റ കിട്ടുക എന്ന് പറയുന്നതും അവരുടെ സ്ട്രാറ്റജി മാത്രമല്ല ഇന്ത്യയെ പോലുള്ളൊരു ഡെവലപ്പിംഗ് രാജ്യത്ത് അവർ യൂസ് ചെയ്യുന്ന അത്ര രീതിയിലുള്ള ചിലപ്പോൾ റിസോഴ്സുകൾ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം വി ഡസൻറ്റ് ഹാവ് ദാറ്റ് മച്ച് ഫണ്ട്, നമുക്ക് അത്രയും ഫണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അതിനുള്ള റിസോഴ്സുകളോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എന്നാണ് പറയണത്. നമ്മളിനി അങ്ങനെ ഒന്ന് അഡോപ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും കെയർഫുൾ അനാലിസിസിന് ശേഷം മാത്രം ചെയ്യും. കാരണം എപ്പോഴും അതൊരു ഹൈ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്ത് ഒരു ബെഞ്ച് മാർക്കിങ്ങിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ കെയർഫുൾ അനാലിസിസ് ഡ്യൂ ടു നാഷണൽ ഡിഫറൻസസ് അല്ലേ. അതായത് അമേരിക്കൻ കൾച്ചർ വേറെയാണ്, ഇന്ത്യൻ കൾച്ചർ വേറെയാണ് അല്ലേ, നമുക്ക് ഏഷ്യൻ കൾച്ചർ വേറെയാണ്. അപ്പോൾ അവരുടെ അതേപോലെ എടുത്ത് ആ സ്ട്രാറ്റജി ഇവിടെ തന്നെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അല്ലേ, നമുക്ക് ശരിയാവില്ല. ഇപ്പോൾ നമ്മുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മൾ വളരെ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ എന്ന് പറഞ്ഞാൽ സ്പൈസി ഫുഡ് ഇഷ്ടമില്ലാത്തവരാണ്. അപ്പോൾ അവരുടെ അങ്ങനെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അവരുടെ അതേപോലെ കോപ്പി കാറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ട് നമ്മുടെ അവിടെ അത് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, വിറ്റഴിഞ്ഞ് പോകില്ല. നമുക്ക് കുറച്ച് എരിവും പുളിയും കുറച്ച് മസാലയൊക്കെ കൂടുതൽ വേണ്ട ആളുകളാണ്. അതേപടി കോപ്പിങ് അല്ലെങ്കിൽ അതേ രീതിയിൽ ഫോളോ ചെയ്യുന്നത് എളുപ്പമായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കെയർഫുൾ അനാലിസിസ് വേണം ബിക്കോസ് ഓഫ് ദി നാഷണൽ ഡിഫറൻസസ്, കൾച്ചറൽ ഡിഫറൻസസ്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ റൈറ്റ് എ നോട്ട് ഓൺ ബെഞ്ച് മാർക്കിംഗ് എന്നുള്ള. അപ്പോൾ അതൊക്കെ ബെഞ്ച് മാർക്കിംഗ് എന്താണെന്നും ഈ ടൈപ്സുകളും എല്ലാം കൂട്ട് ചെയ്തുകൊണ്ട് യു ഹാവ് ടു റൈറ്റ് ആൻസർ, നിങ്ങൾ ആൻസർ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ദാറ്റ് ഈസ് ഫേസസ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് അഥവാ സ്റ്റെപ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുകയാണ്, നന്നായി റെഫർ ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഞാൻ സ്ലൈഡൊക്കെ ഞാനിതിനകത്ത് ഇടാം കൃത്യമായിട്ട്. അത് ഒന്നും കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ഡീറ്റെയിൽഡ് ആക്കിയിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ ബെഞ്ച് മാർക്കിംഗ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സ് ആണെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് സ്ട്രക്ചർ ഉണ്ട് അതിനെന്നാണ് പറയണത്. അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡലാണ് ബെഞ്ച് മാർക്കിംഗ്. അല്ലാതെ തോന്നിയ പോലെ എല്ലാ നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണെന്ന് പറഞ്ഞു അല്ലേ. സിസ്റ്റമാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്താണെന്നാണ് പറയണത്, ഇറ്റ് ഷുഡ് ബി ഏത് ബെഞ്ച് മാർക്കിംഗ് പ്രോസസ്സ് എടുത്താലും ശരി ഒരു ആഡക്വേറ്റ് ഫ്രെയിംവർക്ക്, ഒരു കൃത്യമായൊരു ഫ്രെയിംവർക്ക് അതിനുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അത് പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അതിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും എന്നാണെന്നാണ് പറയുന്നത്. ആൻഡ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ദാറ്റ്, അതിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം there are 5 stages of ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിങ്ങിന് 5 സ്റ്റേജസ് ആണ് ഉള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് പ്ലാനിങ് കണ്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ലൈനിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെഫറൻസ് സ്റ്റഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇപ്പോൾ പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ റെഫർ ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി എഴുതാനറിയാം അല്ലേ. പ്ലാനിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ കോട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്കത് എഴുതി തുടങ്ങാം. അതിനുശേഷം അതൊന്ന് നമ്മുടെ ബെഞ്ച് മാർക്കിങ്ങിലേക്ക് അതിനൊന്ന് ആ രീതിയിലേക്ക് ഒന്ന് ആക്കിയത് എഴുതുക. അത്രേ വേണ്ടൂ, മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ടെക്സ്റ്റുകൾ റെഫർ എല്ലാം അങ്ങനെയല്ല. പക്ഷേ പ്ലാനിങ് ഒക്കെ നമുക്ക് ഒരുവിധം നന്നായി അറിയാവുന്ന ടോപ്പിക്കുകളാണ്. ആദ്യം ചെയ്യേണ്ടത് എന്ത് കാര്യവും പോലെ തന്നെ ബെഞ്ച് മാർക്കിങ്ങിലും ചെയ്യേണ്ടത് തന്നെയാണ് പ്ലാനിങ്. അപ്പോൾ ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്ലാനിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതി തുടങ്ങാനായിട്ട് സാധിക്കും. ആൻഡ് ഇൻ ദിസ് സ്റ്റേജിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമ്മുടെ സർവീസ്, അതായത് ബെഞ്ച് മാർക്ക് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഏതാണ്, ബെഞ്ച് മാർക്ക് ചെയ്യേണ്ട സർവീസ് എന്താണ്, ബെഞ്ച് മാർക്ക് ചെയ്യേണ്ടത് റെഫറൻസ് വെക്കേണ്ട പ്രോസസ്സുകൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ടൊരു എക്സാമ്പിളൊക്കെ കൂട്ടി ഇത് എഴുതും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഓപ്പോൻ്റെ ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് സ്വന്തം വ്യൂ ഒന്ന് ആലോചിച്ചിട്ട് നമുക്കത് ആ രീതിയിലേക്കൊന്ന് ചെയ്യാം. അപ്പോൾ അതായത് ഞങ്ങളുടെ ആരെയാണ് ഒരു റെഫറൻസ് ലൈനായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് എടുക്കേണ്ടത്, നമ്മുടെ സർവീസിന് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിന് എടുക്കേണ്ടത് എന്ന രീതിയിൽ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ബെഞ്ച് മാർക്കിംഗ്. ഓക്കെ, അപ്പോൾ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ പിന്നെ അല്ലേ പ്ലാനിങ് ഒന്ന് ഡീറ്റെയിൽഡ് ആക്കിയിട്ട് അവിടെ എഴുതിയതിന് ശേഷം ഈ രീതിയിൽ ഒരു എക്സാമ്പിൾ കൂടി കോട്ട് ചെയ്ത് അത് എഴുതി വെക്കുക എന്നുള്ളതാണ്. പ്ലാനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അനാലിസിസ് എന്നാണ് പറയുന്നത്. എന്താണ് അനാലിസിസ് എന്നാണ് പറയുന്നത്. ഇവിടെ അനാലിസിസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ എപ്പോഴും ആലോചിച്ച് വയ്ക്കുക, നമ്മുടെ ഓർഗനൈസേഷൻ കുറച്ച് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടായിരിക്കും ഇല്ലേ, നമുക്ക് പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അനാലിസിസ് സ്റ്റേജിൽ ചെയ്യേണ്ടത് കമ്പാരിസൺ നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ കറണ്ട് പെർഫോമൻസും അതുപോലെ തന്നെ നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്ത നമ്മളൊരു കമ്പനീനെ ബെഞ്ച് മാർക്ക് ചെയ്തെങ്കിൽ ഫേമിനെയോ ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് റിസൾട്ട് എടുക്കാം. എന്നിട്ട് എത്രമാത്രം ഡിഫറൻസുകൾ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. ഇനി ആ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്താണ് ആ ഗ്യാപ്പിനുള്ള കാരണം, എങ്ങനെയാണ് നമുക്ക് ആ ഗ്യാപ്പ് എന്ത് ചെയ്യുക ഫില്ല് ചെയ്യാനായിട്ട് പറ്റുക എന്ന രീതിയിൽ അതിനൊന്ന് എന്ത് ചെയ്യുക നന്നായി വിശകലനം ചെയ്യും. അതാണ് അനാലിസിസ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യുക. ക്ലിയർ. അപ്പോൾ അനാലിസിസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ കമ്പനിയുടെ കറണ്ട് പെർഫോമൻസും നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ഫേമിൻ്റെ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്ത് ഗ്യാപ്പ് തീർച്ചയായും ഉണ്ടായിരിക്കും, ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു രീതിയിലേക്ക് വരാൻ സാധിക്കാത്തതെന്ന് പറയുന്നത്. ആ ഗ്യാപ്പിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ബെഞ്ച് മാർക്കിംഗ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ദാറ്റ് ഈസ് അനലൈസ് ചെയ്ത് നമ്മൾ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദ തേർഡ് സ്റ്റേജ് പറയുന്നതാണ് ഇൻറ്റഗ്രേഷൻ എന്നാണ്. എന്താണ് ഇൻറ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. ഇൻറ്റഗ്രേഷനിൽ പറയുന്നത് ദാറ്റ് ഈസ് എന്താണെന്നാണ് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ഗോൾസ് ആൻഡ് ഒബ്റ്റെയിൻ ദ സപ്പോർട്ട് ഓഫ് മാനേജേഴ്സ് ഹു മസ്റ്റ് പ്രൊവൈഡ് ദ റിസോഴ്സസ് ഫോർ അക്കംപ്ലിഷിംഗ് ദ ഗോൾ. അപ്പോൾ നമ്മൾ എന്താണ് ഗ്യാപ്പ് കണ്ടെത്തി അല്ലേ, ആ ഗ്യാപ്പ് കണ്ടെത്തി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ഇൻറ്റഗ്രേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ പറയുന്നത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ എപ്പോഴും അപ്പോൾ കൂടുതൽ റിസോഴ്സസ് നമുക്ക് ആവശ്യമാണ് അല്ലേ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ആ റിസോഴ്സസ് നമുക്ക് ആർക്ക് മാത്രമേ തരാൻ സാധിക്കുള്ളൂ, മാനേജ്മെൻറ്റ്. യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്, മാനേജ്മെൻറ്റിന് മാത്രമാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ തരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എവിടെയാണ് എത്തേണ്ടതെന്നുള്ള ഗോള് ഈ ബെഞ്ച് മാർക്കിങ്ങിൻ്റെ ഇതിൽ നമ്മൾ ഗോള് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് മാനേജേഴ്സിൽ നിന്നുള്ള സപ്പോർട്ടാണ് ആവശ്യം. നമുക്ക് ആ ഗോളിലേക്ക് എത്തണം. നമുക്ക് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ദേ ഹാവ് ടു ഗിവ് അസ് ദ റിസോഴ്സസ് അല്ലേ. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള അവരുടെ നിന്ന് ഇതിന് എന്ത് കിട്ടണം, സമ്മതം കിട്ടണം. ഓക്കെ, യു ക്യാൻ എന്താണ് നിങ്ങൾക്കത് നടപ്പിലാക്കാം, നിങ്ങൾക്ക് അതിന് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ പോരാ, അതിനുള്ള ഫുൾ സപ്പോർട്ടും അതിനുള്ള റിസോഴ്സസുകളും അവൈലബിൾ ആയിരിക്കണം. അതാണ് നമ്മൾ അപ്പോൾ ഒരു ഇൻറ്റഗ്രേഷൻ നടക്കുകയാണ്. നമ്മുടെ പ്ലാനും അവരുടെ ഒരു സപ്പോർട്ടും കൂടി അവിടെ നിന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ബെഞ്ച് മാർക്കിംഗ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്താണ്, നമുക്ക് സപ്പോർട്ട് മാനേജ്മെൻറ്റ് സപ്പോർട്ട് കിട്ടി, ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആക്ഷനാണ് നമ്മുടെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ലെവൽസിൻ്റെയും. അപ്പോൾ അതിനൊരു ഫോർമാലിറ്റിയാണ് ടോപ്പ് മാനേജ്മെൻറ്റിൽ സപ്പോർട്ട് കിട്ടുക. അവരുടെയും കൂടി സമ്മതത്താൽ തന്നെയാണ് ഈ ബെഞ്ച് മാർക്കിംഗ് പോയിട്ടുണ്ടായിരിക്കുക. പക്ഷേ അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, എവറി വൺ ഹാസ് ടു ദാറ്റ് ഈസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ, അതിലേക്കൊരു ആക്ഷനിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ ആൻഡ് ടീം അസൈൻമെൻറ്റ്സ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു ടീമിനെയൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അപ്പോൾ പ്രോഗ്രസ്സുകൾ എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് മോണിറ്റർ ചെയ്യാം. ആൻഡ് കാലിബ്രേറ്റ് ദ ബെഞ്ച് മാർക്ക് ആസ് ഇംപ്രൂവ്മെൻറ്റ്സ് ആർ മെയ്ഡ് എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് പതുക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ബെഞ്ച് ചിലപ്പോൾ നമുക്ക് ആ വിചാരിച്ച റെഫറൻസിലേക്ക് തന്നെ എത്താൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒന്ന് അതൊന്ന് റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് പോവുക. അല്ലാതെ വെറുതെ ഓക്കെ നമ്മളത് ചെയ്തു, നമ്മളിനി ഫുൾ ആക്ഷൻ എന്നുള്ള രീതിയിലുള്ള അത് ആക്ഷനിലേക്ക് അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോയാലും നമ്മൾ റിവ്യൂ ചെയ്യാമെന്ന് പറയില്ലേ,
അപ്പോൾ അതുപോലെ തന്നെ അതിനൊന്ന് റീകാലിബ്രേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതൊന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് റെക്ടിഫൈ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് അതാണ് ദാറ്റ് ഇസ് ദ 4th സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ 5th സ്റ്റേജ് ഈസ് മെച്യൂരിറ്റി. അതായത് നമ്മൾ ഏകദേശമൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ വിചാരിച്ച രീതിയിലേക്ക് നമ്മൾ എത്താണ്. ദാറ്റ് ഇസ് വി ആർ ബിക്കമിങ് മെച്യൂർ എന്നുള്ള രീതിയിലേക്ക് എത്താണ്. ലീഡർഷിപ്പ് പൊസിഷൻ അറ്റൻഡഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു പ്രോസസ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഏറ്റവും നല്ല നമ്മൾ പതുക്കെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ആൻഡ് ദ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്, നമ്മൾ ലീഡർഷിപ്പ് പൊസിഷൻ നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോസസ്സിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മനസ്സിലാക്കി വയ്ക്കേണ്ട ഫുള്ളി. അതായത് നമ്മൾ ആ എടുക്കാൻ പോകുന്ന നമ്മുടെ ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് പ്രോസസ്സിലേക്ക് കൊണ്ടുവരികയാണ്, നടപ്പിലാക്കുകയാണ്. അപ്പോൾ അതാണെന്ന് പറയുന്നത്. അപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്ന ആ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് ദ മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫേസസ് ഓഫ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ദാറ്റ് ഈസ് ബെഞ്ച് മാർക്കിംഗ്. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് ബെഞ്ച് മാർക്കിംഗ് ഇപ്പോൾ എടുത്ത് ചോദിക്കില്ല എന്ന് വിചാരിക്കണം നമുക്ക്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പോരാ, നിങ്ങൾ എഴുതുന്നതായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾ ആ ലെക്ചർ നോട്ട് പോലെ ഒന്ന് എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണെന്ന് പറഞ്ഞു. ബൈ വിച്ച് ഓർഗനൈസേഷൻസ് ക്യാൻ മെഷർ ദംസെൽസ് എഗെയിൻസ്റ്റ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി പ്രാക്ടീസസ് അല്ലേ. അപ്പോൾ അതിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തന്നെ പറയാം. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. അപ്പോൾ അതിന് ചേർത്ത് എഴുതാം. കാരണം അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാമ്പോൾ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഇൻവോൾവ്സ് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഒരു പ്രൊസീജിയർ, എല്ലാ ബെഞ്ച് മാർക്കിംഗ് സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടൊരു യുണീക്ക് പ്രൊസീജിയർ ഉണ്ടായിരിക്കും എന്നുള്ളത് എഴുതാം. ആൻഡ് ആ പ്രൊസീജിയർ എന്താ, ആ സ്റ്റെപ്സ് എന്താണെന്നുള്ളത്, അതായത് പ്ലാനിങ്, അനാലിസിസ്, ഇൻറ്റഗ്രേഷൻ, ആക്ഷൻ, മെച്യൂരിറ്റി എന്ന രീതിയിൽ അതൊക്കെ ഒന്ന് എഴുതിക്കൊണ്ട് ആ ഒരു ഫസ്റ്റ് അഡ്വാൻറ്റേജിന് എന്ത് ചെയ്യാം, ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. ക്ലിയർ? അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതി പഠിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം നമുക്കൊന്നും ബൈ ഹാർട്ട് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ്. ബെഞ്ച് മാർക്കിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. അതായത് നമ്മുടെ ബെസ്റ്റ് ഇൻഡസ്ട്രി പ്രാക്ടീസസുമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എഴുതാം. സിസ്റ്റമാറ്റിക് എന്നുള്ള വാക്കോടെ വന്നതുകൊണ്ട് നമുക്ക് എഴുതാം ഒരു പ്രൊസീജിയർ യൂഷ്വലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ. സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, ഇറ്റ് പ്രൊമോട്ട്സ് സുപ്പീരിയർ പെർഫോമൻസ് ബൈ പ്രൊവൈഡിങ് ആൻ ഓർഗനൈസ്ഡ് ഫ്രെയിം വർക്ക് ത്രൂ വിച്ച് ഓർഗനൈസേഷൻസ് ലേൺ ഹൗ ദ ബെസ്റ്റ് ഇൻ ക്ലാസ് ഡു തിങ്സ്. എന്താണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് സുപ്പീരിയർ പെർഫോമൻസിനെ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്യുന്ന വൺ ഓഫ് ദ. അപ്പോൾ അതൊന്ന് ഇങ്ങനെയൊക്കെ തന്നെ എഴുതാം. ദാറ്റ് ഇസ് ബെഞ്ച് മാർക്കിംഗ് ഈസ് യൂസ്ഡ് ടു പ്രൊമോട്ട് ദ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻഡസ്ട്രിയിലെ ഫോളോ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് രീതിയിൽ നമ്മളൊന്ന് അതിനൊന്ന് ഇലാബറേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിലും നമുക്ക് ആ ഓർഗനൈസ്ഡ് ഫ്രെയിം വർക്ക് എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഗനൈസ്ഡ് ഫ്രെയിം വർക്ക് വീണ്ടും നിങ്ങൾ അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലും ഇറ്റ്സ് നോ പ്രോബ്ലം. അതവിടെ എഴുതി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓർഗനൈസ്ഡ് ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ പഠിച്ചില്ലേ, അതായത് ഓരോ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും അതിൻ്റേതായിട്ടുള്ള ഫ്രെയിം വർക്കുകളാണ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഇൻ്റർനാഷണലൊക്കെ എഴുതാം, കൂട്ടി ചെയ്ത് എഴുതാം. ഇപ്പോൾ ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്കിംഗ് നടത്തുകയാണെങ്കിൽ, എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിംഗ് നടത്തുകയാണെങ്കിൽ അതേപടി നമ്മൾ ഉള്ളിലേക്ക് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നടക്കില്ല. മേ ബി ബിക്കോസ് ഓഫ് നാഷണൽ ഡിഫറൻസുകളായിരിക്കാം. ദാറ്റ് ഈസ് വൺ സ്യൂട്ടബിൾ ഫോർ ദ ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ വൺ കമ്പനി മേ നോട്ട് ബി ദ ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ അവർ കമ്പനി ഒന്നായിരിക്കില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. ആൻഡ് നെക്സ്റ്റ് എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കേസ് ആൻഡിലൊക്കെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. എവ്രി ഡേ ഇതിങ്ങനെ ചെയ്തു അല്ലാതെ വൺസ് ഇറ്റ് ഈസ് അഡോപ്റ്റഡ്, ഇംപ്ലിമെൻറ്റഡ്, ദ പ്രോസസ് നെവർ എൻഡ്സ് എന്നുള്ള രീതിയിൽ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് എന്നുള്ളതാണ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ബെഞ്ച് മാർക്കിംഗ് ഇൻസ്പയർസ് ദ മാനേജേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ടു കോമ്പീറ്റ്. അതായത് അവർക്ക് അങ്ങനെ അഡ്വാൻറ്റേജ് കിട്ടുമ്പോൾ അവരിലൊരു മോട്ടിവേഷൻ വരുന്നു, അവരൊരു മൊറയിൽ വരുന്നു. കാരണം ആ റെഫറൻസ് ലൈനിലേക്ക് അവരെത്തണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവരെന്ത് ചെയ്യുന്നു, മാനേജേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ബെഞ്ച് മാർക്കിംഗ്. ഓർഗനൈസേഷനെ അതെ, കാരണം ദേ ഗെറ്റ് ദ ഫുൾ സപ്പോർട്ട് ഓഫ് ദി മാനേജ്മെൻ്റ് ആണ് അല്ലേ. കണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങനെയാണ് അത് ഡീറ്റെയിലാക്കാനായിട്ട് സാധിക്കും. അതതിൻ്റെ വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ത്രൂ ബെഞ്ച് മാർക്കിംഗ് പ്രോസസ് ഓർഗനൈസേഷൻ ക്യാൻ ബോറോ ദ ഐഡിയാസ്, അഡോപ്റ്റ് ആൻഡ് റിഫൈൻ ദം ടു ഗെയിൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്.
ചോദിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതേപടി ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതേപടി കോപ്പി ചെയ്യാൻ, കോപ്പി ക്യാറ്റ് നമ്മൾ പറയില്ല, അതല്ല ഒരിക്കലും ബെഞ്ച് മാർക്കിങ്ങിൽ ചെയ്യുന്നത്. അവരുടെ ഐഡിയാസ് ബോറോ ചെയ്യാണ്, കടമെടുക്കുന്നു, അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ റിഫൈൻ കൊണ്ടുവരികയാണ്. റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കണ്ടിന്യൂസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളത് മാത്രം, അല്ലാതെ എല്ലാം അതേപടി എന്ത് ചെയ്യാണ് നമ്മൾ ഉൾക്കൊള്ളുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാവുന്ന ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അത് കണ്ടോ, അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ അഡ്വാൻറ്റേജ് ഒന്നും ഇങ്ങനെ നമ്മൾ എഴുതി വരുമ്പോൾ ഒന്നും കൂടി നമുക്കത് എഴുതാനായിട്ട് സാധിക്കും. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എന്താണ്, ദാറ്റ് ഈസ് നമ്മുടെ ബെഞ്ച് മാർക്കിംഗ് ആണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ എടുത്തോളൂ. അഡീഷണൽ ആയിട്ട് ഞാൻ കുറച്ച് പോയിൻറ്റ്സുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് ലെക്ചർ നോട്ടായിട്ട് എഴുതാം. ഞാൻ സ്ലൈഡ് എന്തായാലും ഇടാം, സ്ലൈഡ് ഞാൻ ഇടാം. അപ്പോൾ ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത് ദാറ്റ് ഈസ് ഈ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് ഈസ് കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ടൈപ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എഴുതായില്ലേ കോസ്റ്റ്ലി എന്ന് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കിങ്ങും ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം, ഒരുപാട് റിസോഴ്സുകൾ, മണി തന്നെ ചിലവഴിക്കേണ്ട ഒരു ഇൻ്റർനാഷണൽ ഡാറ്റയോ അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ നമുക്ക് ഗെയിൻ ചെയ്യണമെങ്കിൽ, അതുകൊണ്ട് തന്നെ ബെഞ്ച് മാർക്കിംഗ് ഒരിക്കലും ഒരു ലെസ് കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല, ഒരു കോസ്റ്റ്ലി അഫെയർ ആണ്. അപ്പോൾ അത് വൺ ഓഫ് ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജസ് ആണ്. സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത്, ഈ ബെഞ്ച് മാർക്കിനകത്ത് എപ്പോഴും വരുന്നൊരു സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ റിലക്റ്റൻസ് ടു ഷെയർ ദ ഇൻഫോർമേഷൻ. മനസ്സിലാക്കി? ഈവൺ നമ്മൾ പറഞ്ഞില്ലേ ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്കിംഗ് എന്നൊക്കെ നമ്മൾ പല ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കിങ്ങുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടൈപ്പുകൾ ഏതായിരുന്നു, ദാറ്റ് ഈസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. ആ ഇൻഫോർമേഷൻസ് ആരും എന്ത് ചെയ്യില്ല, കൈമാറാനായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മടി ഒരിക്കലും. കാരണം ഒരിക്കലും അവരുടെ പൊസിഷനിലേക്ക് വേറൊരു കമ്പനി എത്തണമെന്ന് അവർ ആഗ്രഹിക്കും ഇല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ പറഞ്ഞു ക്രെഡിബിലിറ്റി ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കില്ല. ബെഞ്ച് മാർക്കിങ്ങിൻ്റെ വൺ ഓഫ് ദി വെരി ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനുള്ള റിലക്റ്റൻസ്, മടിയാണെന്നാണ് പറയുന്നത്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് ടുഡേയ്സ് റിയലിസ്റ്റിക് ആപ്ലിക്കേഷൻസ് മേ നോട്ട് ബി ടുമാറോസ് ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ഇന്നിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യം, നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നാളേക്ക് അതുകൊണ്ട് ചിലപ്പോൾ ഗുണമുണ്ടാവണമെന്നില്ല. കാരണം എവറി ഡേ ചേഞ്ചസ് ഇസ് ഹാപ്പനിങ് ആണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വലിയ കാര്യമായിട്ട് നമ്മൾ വളരെ ടൈമും എഫേർട്ടും എനർജിയും ഒക്കെ എടുത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നാളെയെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം അല്ല എന്ന് പറയുന്നത്, ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ എന്താണെന്നാണ് പറയുന്നത്, അതത്ര വലിയ മേ നോട്ട് ബി ടുമാറോസ്, അതാവില്ല നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരിക. അതുകൊണ്ടാണ് ഇതിനെ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ശരിക്കും ബെഞ്ച് മാർക്ക് ചെയ്യുന്നത്, അത് ഇന്ന് വെച്ച റെഫറൻസ് ലൈൻ ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ മാറ്റേണ്ടി വരും. കാരണം അതിനേക്കാൾ മുകളിലേക്ക് ആരെങ്കിലും കയറി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ബെസ്റ്റ് പ്രാക്ടീസസുകൾ എന്താണെന്ന് എടുത്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ വൺ ഓഫ് ദി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെന്താണ് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ബെഞ്ച് മാർക്കിംഗ് ഈസ് ദാറ്റ് വട്ട് ഈസ് ബെസ്റ്റ് ഫോർ someone else may not be suitable for us. നമുക്ക് ഫോർ യു എന്നുള്ള മീനിങ് ആണ് പറയുന്നത്. അതായത് മറ്റുള്ളവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, അത് ഒരിക്കലും സ്യൂട്ടബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ പ്യുവർലി ഡിഫൈൻഡ് ബെഞ്ച് മാർക്സ്, അതായത് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, കെയർഫുൾ അനാലിസിസ് വേണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ വളരെ കെയർലെസ് ആയിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്, അതായത് പ്യുവർലി ഡിഫൈൻഡ് ചെയ്തിട്ടുള്ള ബെഞ്ച് മാർക്കിംഗ് മേ ലീഡ് ടു വേസ്റ്റഡ് എഫേർട്ട് ആൻഡ് മീനിങ്ലെസ് റിസൾട്ട്സിലേക്ക് എത്തും. അത് വൺ ഓഫ് ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജ് ആണ്. അത് കെയർഫുള്ളായി ചെയ്തില്ല, അല്ലാതെ വെറുതെ നമ്മളൊരു ബെഞ്ച് മാർക്കിംഗ് ഒക്കെ ചെയ്ത് അതിന് വേണ്ടി കുറേ ടൈമും എനർജിയും ഒക്കെ വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അട്ടർ വേസ്റ്റ് തന്നെയാണ് പറയുന്നത്. ഒരു മീനിങ്ലെസ്, നമുക്കൊരു ഉപകാരവും ഇല്ലാത്ത ഒരു റിസൾട്ടിലേക്ക് അത് നയിക്കുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് ഞാൻ അതർ പോയിൻറ്റ്സുകൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് അതിൻ്റെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണമെങ്കിൽ, ദ മോസ്റ്റ് സീവിയർ ക്രിറ്റിസിസം ഓഫ് ബെഞ്ച് മാർക്കിംഗ് കംസ് ഫ്രം ദി ഐഡിയ ഓഫ് കോപ്പിയിങ് അതേഴ്സ്. ബെഞ്ച് മാർക്കിങ്ങിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്നവർ പറയുന്നത് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കോപ്പി അടിക്കലാണെന്നാണ് പറയുന്നത്. അല്ലേ, ഒരു കണക്കിന് നമ്മൾ പറഞ്ഞു അല്ലേ, ഞാൻ തന്നെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കോപ്പി അടിക്കുക എന്നുള്ളതല്ല. പെട്ടെന്ന് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്, മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും മിയർ കോപ്പി എന്നുള്ളതല്ല ബെഞ്ച് മാർക്കിംഗ്. പക്ഷെ അതിൻ്റെ വൺ ഓഫ് ദ ക്രിറ്റിസിസം പറയുന്നത് ഇങ്ങനെയാണ്, ബെഞ്ച് മാർക്കിംഗ് കംസ് ഫ്രം ദി ഐഡിയ ഓഫ് കോപ്പിയിങ് അതേഴ്സ് എന്നുള്ളതാണ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്, ഇതൊരിക്കലും ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രാറ്റജി നോർ ഇറ്റ് ഈസ് ഇൻറ്റൻറ്റഡ് ടു ബി എ ബിസിനസ് ഫിലോസഫി. അതായത് ഇതൊരിക്കലും ഒരു തന്ത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരെ കോപ്പി അടിക്കുന്നതോ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യണതോ അതൊരു തന്ത്രമല്ല എന്നാണെന്നാണ് പറയണത്. ബിസിനസ് ഫിലോസഫിയിലേക്ക് അതത്ര അനുയോജ്യമല്ല എന്നാണ് പറയണത്.
പിന്നെ ഇറ്റ് ഈസ് എ ടൈം ടേക്കിംഗ് ടെക്നിക്. അതൊക്കെ നമുക്ക് ഇറ്റ് ഈസ് കോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതാവുന്നതാണ്. ഒരുപാട് സമയമെടുക്കും. വിചാരിച്ച പോലെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇറ്റ് ടേക്സ് ടു മച്ച് ടൈമാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? ഇത്രയാണ് ദാറ്റ് ഈസ് നമ്മുടെ ബെഞ്ച് മാർക്കിംഗ് എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ദാറ്റ് ഈസ് അനദർ ടെക്നിക്കാണ്. അപ്പോൾ അത് കുറേ ഒന്നും പറയാനില്ല, നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ തന്നെ അത് പറഞ്ഞു തീർക്കാം. പൊക്കായൊക്കെ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. എന്താണ് പൊക്കായൊക്കെ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇതും ജപ്പാനിൽ തന്നെ അവർ യൂസ് ചെയ്യുന്നതാണ്. ടൊയോട്ടയുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സിൽ ഒരാളായിട്ടുള്ള ഷിഗിയോ ഷിൻകോ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു സീറോ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ എന്ത് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഈ പൊക്കായൊക്കെ അതാണ് അതിന് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ശരിക്കും സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ POKAYOKE എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതന്നുണ്ട്. പൊക്കായൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ടൊയോട്ടയിലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ആയിരുന്ന അതിലെ ഒരു വ്യക്തി ഷിഗിയോ ഷിൻകോ അദ്ദേഹം ഒരു സംഭവം എന്ത് ചെയ്തു കൊണ്ടുവന്നു, സീറോ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ZQC എന്നാണ് പറയുന്നത്. ZQC സീറോ ക്വാളിറ്റി കൺട്രോൾ, അതായത് ആൻ അപ്രോച്ച് ടു ക്വാളിറ്റി മാനേജ്മെൻറ്റ് ദാറ്റ് റിലൈസ് ഹെവിലി ഓൺ ദ യൂസ് ഓഫ് പൊക്കായൊക്കെ. ഈ സീറോ ക്വാളിറ്റി കൺട്രോൾ ഒരുപാട് അതെങ്ങനെ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊക്കായൊക്കെ എന്നുള്ള ഒരു എന്താ പറയുക അതുമ്മ വിശ്വസിച്ചുകൊണ്ടായിരുന്നു. എന്താണ് ഈ പൊക്കയൊക്കെ എന്നുള്ളതാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. അപ്പോൾ അതുമ്മ വിശ്വസിച്ചുകൊണ്ട് ഒരു സീറോ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രോച്ച് അദ്ദേഹം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. പൊക്കയൊക്കെ ഈസ് ജപ്പാനീസിൽ അതിന് പറയുന്നത് ഫോർ മിസ്റ്റേക്ക് പ്രൂഫിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് പൊക്കയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് പ്രൂഫിംഗ് എന്നാണ് അതിനെ പറയുന്നതെന്നാണ് പറയുന്നത്. ഇത് എന്തിനാണ് ഈ മിസ്റ്റേക്ക് പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ അല്ലേ. ഈ ഒരു ടെക്നിക്ക് അന്ന് യൂസ് ചെയ്തിരുന്നത് ദാറ്റ് ഈസ് ടു പ്രിവെൻറ്റ് ദ സ്പെഷ്യൽ കോസസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡിഫെക്ട്സ് ആണെന്നാണ് പറയുന്നത്. ഡിഫക്റ്റിലേക്ക് നയിക്കുന്ന ചില സ്പെഷ്യൽ കോസസുകൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് കണ്ടെത്താനല്ല, അത് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഡിവൈസാണ് ഈ പൊക്കായൊക്കെ എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഷിഗിയോ ഷിൻകോ എന്ന് പറഞ്ഞ ടൊയോട്ടയിലെ ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ആയിട്ടുള്ള അദ്ദേഹം എന്തുകൊണ്ടുവന്നത് സീറോ ക്വാളിറ്റി കൺട്രോൾ കൊണ്ടുവന്നത്. ഇതൊക്കെ ജപ്പാനീസ് ഫേമിൽ അവർ അഡോപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഡിഫക്ട്സുകളെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും ഓർ ടു ഇൻസ്പെക്ട് ഈച്ച് ഐറ്റം ഇൻഎക്സ്പെൻസീവ്ലി ദാറ്റ് ഈസ് പ്രൊഡ്യൂസ് ടു ഡിറ്റർമിൻ വെദർ ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ഓർ ഡിഫക്റ്റീവ്. അതായത് വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ, ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ, വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആ പെർട്ടിക്കുലർ എന്താണ് ആ പ്രൊഡക്റ്റോ എന്തായാലും ശരി അത് ആക്സെപ്റ്റ് ചെയ്യണോ അതിനെ റിജക്റ്റ് ചെയ്യണോ, അത് ഡിഫക്റ്റീവ് ആണോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ആക്സെപ്റ്റബിൾ ആണോ ഡിഫക്റ്റീവ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഡിഫക്റ്റിൻ്റെ പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരുന്നു പൊക്കായൊക്കെ. ക്ലിയർ? പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, അറ്റ് എ ഗ്ലാൻസിൽ തന്നെ, ഒറ്റ നോട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് എ മിസ്റ്റേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിവൈസ് ആയിരുന്നതാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് ഈസ് എനി മെക്കാനിസം, ഏത് മെക്കാനിസം ആയിക്കോട്ടെ ആ മെക്കാനിസം എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്, ദാറ്റ് ഐദർ പ്രിവെൻറ്റ്സ് എ മിസ്റ്റേക്ക് ഫ്രം ബീങ് മെയ്ഡ് ഓർ മേക്സ് ദ മിസ്റ്റേക്ക് ഒബീവിയസ് അറ്റ് എ ഗ്ലാൻസ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ മിസ്റ്റേക്ക് എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാം. അതിന് വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രീതിയിലൊരു മെക്കാനിസം ആയിരുന്നു ഈ പൊക്കയൊക്കെ ഡിവൈസ് എന്ന് പറയുന്നത്. ആ ഒരു മെക്കാനിസമാണ് അതിൽ യൂസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അതായത് ദ എബിലിറ്റി ടു ഫൈൻഡ് മിസ്റ്റേക്സ് അറ്റ് എ ഗ്ലാൻസ് ഈസ്, കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഭയങ്കരമായിട്ട് അനാലിസിസും ഇൻ്റർപ്രിറ്റേഷനും ഒന്നും നടത്താതെ തന്നെ ഒരു നോട്ടത്തിൽ തന്നെ എങ്ങനെയാണ് അവിടെ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ളൊരു മെക്കാനിസം ആയിരുന്നു എന്നാണ് പറയണത്. എന്നിട്ട് അദ്ദേഹം ദാറ്റ് ഈസ് അതിൽ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫക്ട്സ് അറൈസ് ബിക്കോസ് എറേഴ്സ് ആർ മെയ്ഡ്. ഡിഫക്ട്സുകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? എറേഴ്സ് ഉണ്ടാകുമ്പോൾ. എന്താണ് എറേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ വരുമ്പോഴാണ് അവിടെ ഡിഫക്റ്റ് എന്നതാണ് കേടുപാട് സംഭവിച്ചത്, ഡിഫക്ട്സ് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. ആൻഡ് ദ ടു ഹാവ് എ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ. ഡിഫക്റ്റിനും എറേഴ്സിനും ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം ഒരു കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ എറേഴ്സ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക എറേഴ്സ് നേരെ തിരിച്ചാണ്, എറേഴ്സ് ഉള്ളത് കൊണ്ട് അവിടെ എന്ത് വരുന്നു, ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എററിനും ഡിഫക്റ്റിനും ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയാം.
Yet errors will turn into defects if feedback and action take place at the error stage. എന്നിട്ട് അതിൽ പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, എറേഴ്സ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഡിഫക്ട്സുകളായി മാറും. എറേഴ്സ് അതായത് ഡിഫക്ട്സുകളിൽ നിന്നും, അതായത് ഈ പറയുന്ന മിസ്റ്റേക്സുകൾ നമുക്ക് ഡിഫക്റ്റുകൾ ആക്കാതിരിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലാണെന്നാണ് പറയുന്നത്, ആ എറർ സ്റ്റേജിൽ തന്നെ നമ്മൾ തിരുത്തുക. ആ തെറ്റ് പറ്റാൻ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ അത് അപ്പം തന്നെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡിഫക്റ്റീവ് പ്രോഡക്റ്റോ സർവീസോ അവിടെ ഉണ്ടാവും ഇല്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ പൊക്ക-യൊക്കയിൽ നമ്മൾ അറിയേണ്ടത്. ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഇങ്ങനെയാണ് പറയണത്. അതായത് തെറ്റുകൾ കൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. തെറ്റുകൾ വരുമ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് ഡിഫക്റ്റീവായി മാറുന്നത്. നമുക്ക് ഈ ഡിഫക്റ്റ് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് രണ്ടും തമ്മിലൊരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് മിസ്റ്റേക്സ് വരുമ്പോൾ അവിടെ ഡിഫക്റ്റീവ് പ്രോഡക്ട്സുകൾ ഉണ്ടാകുന്നു. കണ്ടോ, കോസ് ആൻഡ് ഇഫക്റ്റ് വന്നു. അപ്പോൾ എന്താണെന്നാണ് പറയുന്നത്, ഈ വരുന്ന തെറ്റുകൾ ഡിഫക്റ്റുകൾ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, ആ തെറ്റ് വരുന്ന അതിൻ്റെ ഏർലി സ്റ്റേജിൽ ഓക്കെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോകുന്ന തെറ്റാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ തന്നെ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യില്ല, ഡിഫക്റ്റീവ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു എന്ത് പറയണത്, ദാറ്റ് ഈസ് ഒരു കോൺസെപ്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനൊരു എക്സാമ്പിൾ കൃത്യമായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ്, ദാറ്റ് ഈസ് ഷിഗിയോ ഷിങ്കോ. അദ്ദേഹം നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒരൊറ്റ ഗ്ലാൻസിൽ തന്നെ നമുക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടാകാതെ എറർ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ എങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുക ഒരു വർക്കർ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഒരു ഡിവൈസ് ആയിക്കട്ടെ, ഒരു ഡിവൈസ് എന്ത് ചെയ്യാണ്, അസംബിൾ ചെയ്യാണ്. ആ ഡിവൈസ് 2 പുഷ് ബട്ടൺ ഉണ്ടെന്ന് വിചാരിക്കുക. പുഷ് ബട്ടൺ 2 സ്വിച്ച് വിചാരിച്ചാൽ മതി. 2 സ്വിച്ച് നമ്മളിങ്ങനെ അമർത്തില്ല അല്ലെ, പുഷ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കോളിംഗ് ബെല്ല് പോലെയെന്ന് ആലോചിക്കാം. അപ്പോൾ അങ്ങനെ പുഷ് ബട്ടൺ ഉള്ള ഒരു ഡിവൈസ് ഒരു വർക്കർ നമ്മുടെ ദാറ്റ് ഈസ് ഷിഗിയോ ഷിങ്കോ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള എക്സാമ്പിളാണ് കേട്ടോ. അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് നമുക്ക് ആ പുഷ് ബട്ടൺ ഇങ്ങനെ അമർത്തണമെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ പാനയുടെ ബാക്ക് നമ്മളിങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊരു സ്പ്രിങ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഈ ഓരോ ബട്ടണിൻ്റെ താഴെയും എന്ത് ചെയ്യണം, സ്പ്രിങ് വെക്കണം അല്ലേ. അപ്പോൾ ചില സമയത്ത് എന്തുണ്ടായിരിക്കാം, നമ്മളിങ്ങനെ വർക്കർ ഇങ്ങനെ അദ്ദേഹം പറയുന്ന എക്സാമ്പിളാണ്, വർക്കർ ഇങ്ങനെ സ്പീഡിൽ ചെയ്തു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഹി മേ ഫോർഗെറ്റ് ഓർ ഷീ മേ ഫോർഗെറ്റ് ടു പുട്ട് എ സ്പ്രിങ് ഓൺ ദി സ്വിച്ചിൽ സ്പ്രിങ് വെക്കാനായിട്ട് മറന്നു പോകാം. അപ്പോൾ നമ്മുടെ ആ ഒരു തെറ്റ് എന്തായി മാറി, ഡിഫക്റ്റീവ് സ്വിച്ചിലേക്ക് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഡിവൈസിലേക്ക് വന്നു. ക്ലിയർ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പൊക്ക-യൊക്ക ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 2 സ്വിച്ചാണല്ലോ ആ ഡിവൈസിന് വേണ്ടത്. അപ്പോൾ 2 സ്വിച്ചിന് 2 സ്പ്രിങ്. അപ്പോൾ ആദ്യം തന്നെ 2 സ്പ്രിങ് എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറയണത്, 2 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് കൗണ്ട് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയ ഡിഷിൽ വെക്കും, സ്മോൾ ഡിഷിൽ വെക്കും. അപ്പോൾ അത്രയാണ് അത് ചെയ്യുന്നത്. ഒരു ഡിവൈസിന് 2 ബട്ടണാണുള്ളത്, 2 ബട്ടണിനും പുഷ് ബട്ടണാണ്, 2 സ്പ്രിങ് ആവശ്യമാണ്. ഒരു ഡിവൈസ് അസംബിൾ ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ ബോളിൽ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഡിഷിനകത്ത് അല്ലെങ്കിൽ ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിനകത്ത് 2 സ്പ്രിങ് വെക്കണം. കാരണം അതിന് 2 സ്പ്രിങ് അല്ല ആവശ്യം. അത് അതിൻ്റെ അസംബ്ലിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ബൗളിലേക്ക് ഒന്ന് നോക്കാം. അസംബ്ലിങ് കഴിഞ്ഞു ജസ്റ്റ് ആ ബൗളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 2 സ്പ്രിങ്ങും ഇല്ലെങ്കിൽ എന്താണ് അർത്ഥം, 2 ബട്ടണിലും പുഷ് ബട്ടണിലും സ്പ്രിങ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി അതിനകത്ത് ഒരു സ്പ്രിങ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം, ദാറ്റ് ഈസ് ഒരു ബട്ടണേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, സ്പ്രിങ് വെച്ചിട്ടുള്ളൂ, മറ്റേതിന് സ്പ്രിങ് വെച്ചിട്ടില്ല. നമുക്ക് വളരെ നിസ്സാരമായി തോന്നാമെങ്കിൽ പോലും കണ്ടോ, ഒട്ടും ചിലവില്ലാതെ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എറർ ഒഴിവാക്കിക്കൊണ്ട് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ഇല്ലാതെയാണ്. ക്ലിയർ. അങ്ങനെയുള്ളൊരു സിമ്പിൾ ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞില്ലേ, മൂവിങ് എ ഡെസ്ക്, കേസണിൽ നമ്മൾ പറഞ്ഞാണ് മൂവിങ് എ ഡെസ്ക് എന്ന് പറഞ്ഞാൽ പോലും അതിലൊരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതന്നെയാണെന്ന് പറയുന്നത്. ദ ഓപ്പറേറ്റർ നോസ് എ സ്പ്രിങ് ഹാസ് ബീൻ ഒമിറ്റഡ് ആൻഡ് ക്യാൻ കറക്റ്റ് ദ ഒമിഷൻ ഇമീഡിയറ്റ്ലി. ഇപ്പോൾ ഒരു സ്പ്രിങ് ആ ഡിഷിനകത്ത് റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനടി ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ ആ വർക്കർക്ക് മനസ്സിലാക്കാം ഒരു സ്വിച്ചിൽ ഈ സ്പ്രിങ് വെച്ചിട്ടില്ല, അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്, ഇത് ഡിഫക്റ്റീവ് പീസായി മാറും. അതിന് മുൻപ് അത് എന്ത് ചെയ്യാം, ഹി ക്യാൻ കറക്റ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കോസ്റ്റ് ഒന്ന് നോക്കി നോക്കിയേ, ജസ്റ്റ് നമുക്ക് ആ ഡിഷിലേക്ക് ഒന്ന് നോക്കിയേ വേണ്ടു, അതിന് വില ചിലവും ഉണ്ടാകില്ല. അതാണ് പറയുന്നത് നമ്മൾ ഇൻഎക്സ്പെൻസീവ് എന്ന് പറയാനുള്ള കാരണം. ദ കോസ്റ്റ് ഓഫ് ദിസ് ഇൻസ്പെക്ഷൻ ഈസ് വെരി ലോ യെറ്റ് ഇറ്റ് ഇഫക്റ്റീവ്ലി ഫംഗ്ഷൻ ആസ് എ ഫോം ഓഫ് ഇൻസ്പെക്ഷൻ. നാളെ ഒരു ഇൻസ്പെക്ഷനല്ലേ നടക്കുന്നത്, കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. ജസ്റ്റ് ഇപ്പോൾ വർക്കർ തന്നെ നോക്കണമെന്നില്ല, അതിന് നമ്മുടെ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആളുണ്ടാവില്ല, സൂപ്പർവൈസർക്ക് ഒന്ന് നോക്കാം, അതിൽ 2 എണ്ണം ബാക്കിയുണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ, ആ ഒരു എറർ എന്നുള്ള സ്റ്റേജിൽ തന്നെ ഡിഫക്ട്സുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ എഴുതുമ്പോൾ ഈ എക്സാമ്പിളൊക്കെ കൂട്ടി തന്നെ നിങ്ങൾ എഴുതാട്ടോ. എക്സാമ്പിളൊന്നും ഇനി വെറുതെ വായിച്ചത് എടുക്കാനുള്ളതല്ല. നിങ്ങൾ പേപ്പറിലൊക്കെ എഴുതുമ്പോൾ ആൻസറൊക്കെ എഴുതുമ്പോൾ എക്സാമ്പിൾസൊക്കെ കൂട്ടി ചെയ്ത് എഴുതാം. അപ്പോൾ കുറച്ച് ലോങ് ക്ലാസ് ആയിട്ടുണ്ടായിരിക്കും, കുഴപ്പമില്ല. കാരണം നമുക്ക് MCOM അങ്ങനെ പറ്റുള്ളൂ, പകുതിക്ക് വെച്ച് നിർത്തിയാൽ ശരിയാവില്ല. നമുക്ക് ഒരു പുതിയ ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്.